നമസ്കാരം. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനമായ ജനുവരി 22-ാം തീയതി കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു വലിയ നീക്കം ഉണ്ടായിരിക്കുന്നു. അന്നേ ദിവസം സംസ്ഥാനത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകൾ നടത്തണമെന്നാണ് കോൺഗ്രസിന്റെ നേതാവും കർണാടക എൻഡോമെന്റ് മന്ത്രിയുമായ രാമലിംഗ റെഡ്ഡി നിലവിൽ ഉത്തരവിട്ടിരിക്കുന്നത്. ജനുവരി 22-ാം തീയതി ഉച്ചയ്ക്ക് 12:29-നും 1:32-നും ഇടയിലാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന ചടങ്ങ് നടക്കുന്നത്. ഈ സമയത്ത് ഈ ഒരു മുഹൂർത്തത്തിൽ തന്നെ സംസ്ഥാനത്തുള്ള എല്ലാ മുസ്ലിം ക്ഷേത്രങ്ങളിലും മഹാമംഗളാരതിയും പ്രത്യേക പൂജകളും നടത്തണം എന്നാണ് നിലവിൽ കോൺഗ്രസിന്റെ മന്ത്രിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. എന്തായാലും അയോധ്യയിലെ ഈ രാമമന്ദിർ വിഗ്രഹ പ്രതിഷ്ഠയുടെ മഹത്തായ അവസരത്തിന് സ്മരണയ്ക്കായി കർണാടകത്തിൽ ഉടനീളമുള്ള എല്ലാ ക്ഷേത്രങ്ങളെയും ഉൾപ്പെടുത്തുക എന്ന തന്ത്രം കൂടി കോൺഗ്രസിന് ഇതിന് പിന്നിലുണ്ട്. അയോധ്യയിലേക്ക് പോകാതെ തന്നെ ഒരു ബാലൻസിംഗ് നടത്തുക എന്ന വലിയ നീക്കമാണ് കോൺഗ്രസ് ഇപ്പോൾ കർണാടകയിൽ പ്രയോഗിച്ചിരിക്കുന്നത്. കാരണം സംസ്ഥാനത്ത് മുസ്ലിം പ്രീണനം നടത്തിക്കൊണ്ടാണ് കോൺഗ്രസ് അധികാരത്തിൽ എത്തിയിരിക്കുന്നതെന്നും ഭരണത്തിൽ കടിച്ചു തൂങ്ങുന്നതെന്നുമുള്ള ഒരു വിമർശനം BJP ആദ്യം മുതൽക്ക് തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കൈ പൊള്ളാതെ തന്നെ ഹിന്ദുക്കളെ സന്തോഷിപ്പിക്കുക എന്ന ഒരു വലിയ കടമ്പ കൂടി കോൺഗ്രസിന് മുന്നിലുണ്ട്. മാത്രമല്ല, നേതാക്കൾക്ക് നൽകാനായി കോൺഗ്രസ് പാർട്ടിക്ക് പ്രത്യേകമായ നിർദ്ദേശങ്ങൾ ഒന്നുമില്ല എന്നും ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ പോകാൻ താല്പര്യമുള്ളവർക്ക് പോകാം എന്നുകൂടി കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ ഇതിനു മുൻപ് തന്നെ വ്യക്തമാക്കിയിരുന്നു. അതായത് തങ്ങളുടെ ഒരു നിലപാട് ഇതുവരെയും കോൺഗ്രസ് തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഇത്തരത്തിൽ വലിയൊരു ആശങ്ക ഹൈക്കമാൻഡിനുള്ളിൽ തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നിലവിൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. എന്തായാലും ജനുവരി 20, 21 തീയതികളിൽ കോൺഗ്രസിന്റെ ഉത്തർപ്രദേശ് യൂണിറ്റ് മേധാവി അജയ് റായിയും അതിനോടൊപ്പം തന്നെ ബീഹാർ യൂണിറ്റ് മേധാവിയായ അഖിലേഷ് പ്രസാദ് സിംഗും രാമക്ഷേത്രം സന്ദർശിക്കുമെന്ന് കൂടി അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ടായിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ കർണാടകയിൽ അന്നേ ദിവസം തന്നെ സംസ്ഥാനത്തുടനീളമുള്ള മുസ്ലിം ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടത്തണം എന്ന് സിദ്ധരാമയ്യ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.